കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ആർക്കിടെക്ചറൽ വീട്, അതും 4 BHK. ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. 5 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു വില്ല പ്രോജക്റ്റിനുള്ളിലെ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. എലിവേഷനോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത്. 3.9 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് 18 അടിയോളം നീളവും 11 അടി വീതിയുമാണ് ഉള്ളത്. ഒരു SUV വാഹനം തന്നെ നമുക്കിവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. വീടിന്റെ മുൻഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു വാട്ടർ ഫൗണ്ടൻ ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ഗാർഡനും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ മുൻഭാഗത്ത് പടിഞ്ഞാറ് സൈഡിലാണുള്ളത്. 8.5 അടിയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ചെറിയൊരു ഗാർഡൻ കൂടി ചെയ്തിട്ടുണ്ട്. ഈ വീടിന് കുടിവെള്ള സ്രോതസ്സിനായിട്ട് കുഴൽ കിണറും അതോടൊപ്പം തന്നെ KW വാട്ടർ കണക്ഷനുമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിന്റെ തെക്ക് ഭാഗത്താണുള്ളത്. 3 അടിയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. 5 അടിയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് ആണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ വടക്ക് ഭാഗത്താണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ട് ഒരു കോർട്ട്യാർഡ് നൽകിയിട്ടുണ്ട്. കോർട്ട്യാർഡിൽ ഒരു വാട്ടർ ഫൗണ്ടനും ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. 11 അടിയോളം നീളവും 5 അടി വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിനുള്ളത്. മാറ്റ് ഫിനിഷ് ടൈലും ബ്ലാക്ക് കളർ ഗ്രാനൈറ്റുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ പ്രധാന വാതിലും പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തേക്കിൻ തടിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 12 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ലിവിംഗ് സ്പേസിന്റെ വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ TV യൂണിറ്റ് കൂടാതെ ഇവിടെയായിട്ട് ഗ്ലാസും മൾട്ടിവുഡും ഉപയോഗിച്ച് ഒരു സെപ്പറേഷൻ കൂടെ നൽകിയിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. 10 അടിയിലേറെ നീളവും 8.5 അടിയോളം വീതിയുമുള്ള ഈ ഒരു ഡൈനിങ് സ്പേസിന് 6 സീറ്റർ ഡൈനിങ് ടേബിൾ വളരെ ഈസി ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പായിട്ട് ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വാഷ് കൗണ്ടറിന്റെ ഫ്ലോറിംഗ് വളരെ മനോഹരമായി പെബിൾസും മൊറോക്കോ ടൈൽസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്.
നമുക്കിനി ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. അവിടെ നിന്ന് ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് വാൾ ടൈൽ കൊടുത്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴെയായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ട് വലിയൊരു ഗ്ലാസ് ഡോർ നൽകിയിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റ് ഒരുപാട് നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് കിട്ടുന്നതാണ്. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഇവിടെയായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു കിച്ചണിന് 10 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഇവിടെയായിട്ടാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു കൗണ്ടർ കൂടി നൽകിയിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിലായിട്ട് വാൾഡ്രോബും ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റും കൂടാതെ ഒരു ഓഫീസ് ടേബിൾ കൂടി ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരാം. ബാത്റൂം സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെറയുടെയും ജാഗ്വാറിന്റെയും ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും MS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ചെറിയൊരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 8 അടി നീളവും 4 അടി വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ ഉള്ളത്. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ബാൽക്കണി വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂമും സെക്കൻഡ് ബെഡ്റൂമും നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെ മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമും താഴത്തെ നിലയിൽ 1 ബെഡ്റൂമുമാണ് ഉള്ളത്. ഇവിടെയായിട്ട് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് നൽകിയിരിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈ ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു വാൾഡ്രോബ് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്ന് ചെറിയൊരു ബാൽക്കണി നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണി വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെയും ജാഗ്വാറിന്റെയും ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പായിട്ട് മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ സീലിംഗും ചെയ്തിട്ടുണ്ട്. നമുക്കിനി മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടി നീളവും 11.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ബെഡ്റൂമിന്റെ ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വലിയൊരു വാൾഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ജാഗ്വാറിൻ്റെയും സെറയുടെയും ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ സീലിംഗ് വർക്കുകളും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പായിട്ടാണ് ഈ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി മുകളിലത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി ഇവിടെ ഫിറ്റിംഗ്സ് കൂടി വരാനുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 10.5 അടി നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൂടി ചെയ്തിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്റർ, കിഴക്കമ്പലത്തേക്ക് 1.7 കിലോമീറ്റർ, സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് 1.7 കിലോമീറ്റർ, സെൻറ്റ് മേരീസ് സ്കൂളിലേക്ക് 2.5 കിലോമീറ്റർ, സെൻറ്റ് ആൻ്റണി സ്കൂളിലേക്ക് 2.4 കിലോമീറ്റർ, സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 3.3 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ, കാക്കനാടേക്ക് 11 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 13 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 11 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 22 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 3 സെന്റ് 800 ലിങ്സ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 87 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിന് ലോൺ ഫെസിലിറ്റിക്കും വേണ്ടി സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.